കോഴിക്കോട് ജില്ലയിലെ ദശാവതാര ക്ഷേത്രങ്ങൾക്കായി സമഗ്ര പാക്കേജ് പ്രഖ്യാപിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ക്ഷേത്രങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തുന്നതിനായി 8 ക്ഷേത്രങ്ങളാണ് കേന്ദ്രമന്ത്രി ഒറ്റയടിക്ക് സന്ദർശിച്ചത്. പെരുമീൻപുരം മത്സ്യാവതാര ക്ഷേത്ര ദർശനത്തോടെയായിരുന്നു തുടക്കം. മരുതാട് പരശുരാമ ക്ഷേത്രം, PC പാലം ബാലരാമക്ഷേത്രം തുടങ്ങി തീർത്ഥങ്കര വാമനാവതാര ക്ഷേത്രം വരെയുള്ള 8 ക്ഷേത്രങ്ങൾ ഒറ്റയാത്രയിൽ കേന്ദ്രമന്ത്രി തീർത്തു. കൽക്കിക്കായി ക്ഷേത്രമില്ലാത്തതിനാൽ 10 തികച്ചില്ലെന്ന് വിശദീകരണം. കേന്ദ്ര ഭാരവാഹികളും ഭക്തരും വാദ്യമേളങ്ങളോടെയാണ് സുരേഷ് ഗോപിയെ സ്വീകരിച്ചത്. വ്യക്തിപരമല്ല, ഔദ്യോഗികമായിരുന്നു സന്ദർശനമെന്ന് കേന്ദ്രമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ക്ഷേത്രങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നേരിട്ട് കാണുകയായിരുന്നു ലക്ഷ്യം. അവരുടെ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആ പ്രദേശത്തുള്ളവരുടെ വ്യക്തിഗതമായ ധന ആഗമന മാർഗങ്ങൾക്ക് ആക്കം കൂട്ടുന്ന 9 അമ്പല ദർശനം. കാരണം ഇങ്ങനെ ഒരെണ്ണം കേരളത്തിലില്ല, വേറെ എവിടെയുമില്ല. ഇന്ത്യയിൽ തന്നെ ഉണ്ടോയെന്ന് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കും. അപ്പോൾ 10 അമ്പല ദർശനം എന്നാണ് പറഞ്ഞത്. പക്ഷെ കൽക്കി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അതൊക്കെ അതിന്റെ ശാസ്ത്രീയമായ അന്വേഷണം നടത്തണം. ഇപ്പോഴത്തെ സ്ഥിതി ചെയ്യുന്ന 9 അമ്പലങ്ങൾ മാത്രം ഞാൻ സന്ദർശിച്ചു. കേന്ദ്രമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം കേരളത്തിലെത്തിയ സുരേഷ് ഗോപി ആദ്യം സന്ദർശിച്ചത് കോഴിക്കോട് തളി ക്ഷേത്രമായിരുന്നു. ക്ഷേത്ര ദർശനത്തിനിടയിൽ സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ വീട്ടിലെത്തിക്കൊണ്ട് അനുഗ്രഹവും തേടി. News 18 കോഴിക്കോട്. കൊച്ചിയിൽ